നമസ്കാരം, സോമൻ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ് ആണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരെണ്ണമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. നിങ്ങളുടെ ഡിഫറൻസിയേഷൻ എങ്ങനെയെങ്കിലും ഒക്കെ കടിച്ച് പിടിച്ച് പഠിക്കും. പക്ഷേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആകുമ്പോൾ പിന്നെ പഠിക്കാം എന്ന് വെച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടും. എന്നിട്ട് ഒരിക്കലും അത് നോക്കത്തില്ല. എക്സാമിന് എത്തുമ്പോൾ ടഫാവും, ചെയ്യത്തില്ല. മാർക്ക് 7 ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിട്ട് ഇവനെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒട്ടുമേ കിട്ടത്തില്ല. നല്ലൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ബോർഡെ കാണുന്നത്. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓക്കെ, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാനും സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവാനുമുള്ള ഇന്റർവെൽസുകളെ കണ്ടുപിടിക്കുക. ഈ ഇന്റർവെൽസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ഇന്റർവെൽ ഉണ്ടല്ലോ, -∞ തൊട്ട് +∞ വരെ. ഇതേണ്ടത് ഓക്കെ. ഞാൻ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചോണം. -∞, ഇത് +∞. ഇതിനിടയ്ക്ക് എവിടെയൊക്കെയാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കൂടുന്നത് കുറയുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് ആക്സിസിലുള്ള ഗ്രാഫാണ് നമുക്ക് വേണ്ടത്, എക്സ് ആക്സിസിലുള്ള ഇന്റർവെൽസ്. അപ്പൊ ഇവിടെ 0 ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യം പണി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് അങ്ങോട്ട് എടുത്തെന്ന് എഴുതുക, ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ്. ദെൻ വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് ഡെറിവേറ്റീവിന്റെ ഒന്ന് പറയാമോ? എഫ് ഡാഷ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ ആണ് കേട്ടോ. Product rule, that is first into derivative of second e raised to minus x in a derivative in the money. What is the derivative of e raised to x? E raised to x. E raised to minus x into the e raised to minus x into -1. Power kadakkanna minus x into ട്ടോ. x square into e raised to minus x into -1 plus second function into e raised to minus x into derivative of first. Answer ആരാണ്? 2x. ഇനി ഇവിടെ നമുക്കൊന്ന് കോമൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇവിടെയുണ്ട് അല്ലെ. കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു -1 ആരാ? മൈനസ് എക്സ്. ഇവിടെ ആരുണ്ട് മോനെ? 2x ഉണ്ട് അല്ലെ. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ. എക്സ് സ്ക്വയർ ഉണ്ട്, അത് രണ്ടാമത് എഴുതാണ്. ദാറ്റ് ഈസ് 2x മൈനസ് എക്സ് സ്ക്വയർ. ഒന്നുകൂടെ നോക്കി, ഇ റൈസ് ടു മൈനസ് എക്സിനെ ഇവിടെ രണ്ടിടത്തുകൊണ്ട് കോമൺ എടുത്തു. ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു -1 അത് മൈനസ് എക്സ് സ്ക്വയർ ഞാൻ രണ്ടാമത് എഴുതി. ഇൻറ്റു 2x ആദ്യം എഴുതുന്നുണ്ട്. ആദ്യം പോസിറ്റീവ്, രണ്ടാമത് നെഗറ്റീവ്. ഓക്കെ, ഇതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു നമുക്ക് ഇവിടുന്ന് എക്സിനെയും കൂടി കോമൺ എടുത്താം. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ്. ഇത്രയും നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡാഷ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഇത് എവിടെയൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, ടേണിംഗ് പോയിന്റ്സിനെ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ഇംപ്ലൈസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഈക്വൽ എത്രയാണ്? 0. അപ്പൊ ഇതേ ഇൻറ്റു 0. ഇവനൊരിക്കലും 0 ആകത്തില്ല. ഇ റൈസ് ടു മൈനസ് എക്സ് ഒരിക്കലും 0 അല്ല. ബാക്കി എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഈക്വൽ 0 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ 0 ഓർ 2 മൈനസ് എക്സ് 0. 2 മൈനസ് എക്സ് 0 എന്ന് പറഞ്ഞാൽ 2 ഈസ് ഈക്വൽ പ്ലസ് എക്സ്. തിരിച്ചു വായിച്ചാൽ എക്സ് ഈക്വൽ ടു 2. അപ്പൊ എക്സ് ഈക്വൽ 0 ആൻഡ് എക്സ് ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ 0 ആൻഡ് എക്സ് ഈക്വൽ ടു 2. ഈ രണ്ട് പോയിന്റ്സുകളുടെ മണ്ടയ്ക്ക് വെച്ചാണ് ഇവൻ ടേൺ ചെയ്യുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് തിരിച്ച് മണ്ടയ്ക്കോട്ടാവാം. ഇങ്ങനെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0 ആൻഡ് ആരാണ്? 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എവിടെയൊക്കെ വെച്ചാണ് ഇത് എങ്ങനെ ടേൺ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ഇതിന്റെ ഇന്റർവെൽസുകൾ ഫോം ആവുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പണി ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഇന്റർവെലിന് ഇടയ്ക്കുള്ള ഒരു നമ്പറിനെ ഒന്ന് കണ്ടെത്തുക. അതിന്റെ ഇതിന് ഇപ്പുറത്തോ അല്ലെങ്കിൽ ഇതിനിടയ്ക്കോ ഇല്ലെങ്കിൽ അപ്പുറത്തോ. നമുക്ക് എളുപ്പം 0ക്കും 2നും ഇടയ്ക്കുണ്ടല്ലോ മോനെ 1 ഉണ്ടല്ലോ. 1 ശരിയല്ലേ? 1 എന്ന് പറഞ്ഞ നമ്പർ ഇതിനിടയ്ക്കല്ലേ മോനെ? 1നെ ഒന്ന് ദാണ്ട് എഫ് ഡാഷ് എക്സിനുള്ളിലോട്ട് ഇവിടോട്ട് ഒന്ന് കൊടുക്കാം. ഓക്കെ, എഫ് ഡാഷ് എക്സ് ഇവിടെ ആയാലും മതി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടോട്ട് കൊടുത്താലും മതി. എഫ് ഡാഷ് എക്സിനുള്ളിൽ എക്സിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഈ ഇന്റർവെലാണ് നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണെങ്കിൽ അതെന്താ ഇൻക്രീസിങ് ഇന്റർവെലാ. നെഗറ്റീവ് ആണ് ഇവിടെ കിട്ടുന്നെങ്കിൽ ഡിക്രീസിങ് ആ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 1 കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? ഇ റൈസ് ടു -1 ഇൻറ്റു 1 ഇൻറ്റു 2 മൈനസ് 1. ഓക്കെ, ഇ റൈസ് ടു -1 1 ഇൻറ്റു 2 മൈനസ് 1. ഇ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/e ആണ് കേട്ടോ, നെഗറ്റീവ് ഒന്നും അല്ല. ഇവിടെ 1 2 മൈനസ് 1 എത്ര മോനെ? 1 ആ. ഇതെല്ലാം കിട്ടുന്ന ഒരു പോസിറ്റീവ് വാല്യൂ മോനെ, ശരിയല്ലേ? പോസിറ്റീവ് വാല്യൂ 1/e പോസിറ്റീവ്, 1 പോസിറ്റീവ്, 2 മൈനസ് 1 പോസിറ്റീവ്, പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലസ് വാല്യൂ ആണ് എന്നർത്ഥം. ഓക്കെ,
പ്ലസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തും മൈനസ് ആയിരിക്കും, അപ്പുറത്തും മൈനസ് ആയിരിക്കും കേട്ടോ. അതെപ്പോഴും ഓർത്തോണ്ട്, ഇത് മൈനസ് ആയിരിക്കും, ഇത് പ്ലസ്, ഇതെന്താണ് മൈനസ്. അപ്പൊ നമുക്ക് ആ ഇടയ്ക്കത്തെ ഇന്റർവെലിനെ ചെക്ക് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവെൽ എന്തോ ഇന്റർവെൽ മോനെ ഇൻക്രീസിങ്. അപ്പൊ ഇപ്പുറത്തത് ഡിക്രീസിങ് ആയിരിക്കും, അപ്പുറത്ത് വരായിരിക്കും ഡിക്രീസിങ്. അപ്പൊ നമുക്ക് രണ്ട് ഡിക്രീസിങ് ഇന്റർവെൽസും നടുക്കൊരു ഇൻക്രീസിങ് ഇന്റർവെലും കിട്ടി. അപ്പൊ ഒന്നുകൂടെ എന്ന് പറയാം, നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എഫ് ഡാഷ് എക്സ് ഈക്വൽ പ്രോഡക്റ്റോടാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അവിടെ ഞാൻ ഇ റൈസ് ടു മൈനസ് എക്സിനെ കോമൺ എടുത്തു, എക്സിനെ കോമൺ എടുക്കാം, ഞാൻ രണ്ട് തവണയായിട്ട് എടുത്തതേ ഉള്ളൂ. ഇ റൈസ് ടു മൈനസ് എക്സ് കോമൺ എടുത്തു, ബാക്കി കിട്ടി, പിന്നെ ഒരു എക്സ് കൂടെ കോമൺ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, എന്നിട്ട് എഫ് ഡാഷ് എക്സിനെ 0 നിക്കേറ്റ് ചെയ്യുന്നു. ഇത് ടേണിംഗ് പോയിന്റ്സിനെ കണ്ടുപിടിക്കാൻ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പൊ ഇതാണ്ട് ഇത്രയും 0 നിക്കേറ്റ് ചെയ്തു. ഈ ആൾ ഒരിക്കലും 0 ആകത്തോണ്ട് ഇതേ ഇൻറ്റു ഇതെന്താവുന്നു 0. അവിടുന്ന് എക്സ് ഈക്വൽ 0, 2 മൈനസ് എക്സ് 0, 2 ഈക്വൽ എക്സ് ഓർ എക്സ് ഈക്വൽ 2. അപ്പൊ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി, 0 and 2. അപ്പൊ നമുക്ക് 3 ഇന്റർവെൽ കിട്ടിയത്, 1, 2, 3. ഇതിൽ ഏത് ഇന്റർവെലാണ് നമുക്ക് പോസിറ്റീവ് വാല്യൂ തരുന്നത് എന്നുള്ളത് നോക്കണം, നെഗറ്റീവ് വാല്യൂ തരുന്നത്. അതിനുവേണ്ടി ഏതെങ്കിലും ഇന്റർവെലിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ 0 to 1 എനിക്ക് സൗകര്യമായിരുന്നു, നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ വേണേൽ 3 എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ, 4 ഒക്കെ എടുക്കാം. ഞാനിപ്പം 1 എടുത്തു. ഈ ഇന്റർവെലിന് ഇടയ്ക്കുള്ള നമ്പറായ 1നെ ഒന്ന് എഫ് ഡാഷ് എക്സിനുള്ളിൽ എക്സിന്റെ പ്ലേസിൽ കൊടുത്തപ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടി. ഓക്കെ, അത് പോസിറ്റീവ് എന്നാണ്, അപ്പുറത്തെ നെഗറ്റീവ്, ഇപ്പുറത്തെ നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് വാല്യൂ കിട്ടിയെടുത്ത് ഇൻക്രീസിങ് ഇന്റർവെലും അപ്പുറം ഇപ്പുറവും നമുക്ക് നെഗറ്റീവ് കിട്ടിയത് ഡിക്രീസിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻക്രീസിങ് ഇന്റർവെൽ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും മോനെ? 0 to 2. ഇതാണ് ഇൻക്രീസിങ് ഇന്റർവെൽ. ഡിക്രീസിങ് ഇന്റർവെൽ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? രണ്ടെണ്ണം ഉണ്ട്, മൈനസ് ഇൻഫിനിറ്റി ടു 0, ഓക്കെ, യൂണിയൻ 2 to ഇൻഫിനിറ്റി. ഇങ്ങനെ രണ്ടെണ്ണമാണ് കേട്ടോ. മൈനസ് ഇൻഫിനിറ്റി ടു 0 പിന്നെ 2 to ഇൻഫിനിറ്റിയിലും അതെന്താണ്? ഡിക്രീസിങ് ആണ്. ഇങ്ങനെയാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇന്റർവെൽസുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്തിരി എളുപ്പമാണോ ഇനി ഇത്തിരി ബുദ്ധിമുട്ടാണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് കേട്ടോ. കാര്യം മനസ്സിലായോ എന്നുള്ളത് നോക്കാം. നമ്മൾ മാക്സിമം ഒരുവിധം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങൾ കാണുക, മറ്റുള്ളവർ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലൊക്കെ. നിങ്ങൾ ഇപ്പൊ ഈ പ്രോബ്ലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, മീൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുക, ഉറപ്പായിട്ടും ഒരാളൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ കീവിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഒക്കെ വരും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഇവനെയൊക്കെ വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മാത്സിന്റെ ഒരു പോക്ക് എന്ന് പറയാൻ നല്ല രീതിക്കുള്ള ഒരു പ്രോബ്ലം ഒക്കെ കാണുന്നു. ഇതിൽ കൂടെയൊക്കെ അത്യാവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കുറെ പഠിക്കുമ്പോഴേ നമുക്ക് എൻട്രൻസിനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ചെറിയ ചോദ്യങ്ങൾ പഠിച്ചിട്ട് എൻട്രൻസിന് പോയി നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. അത് ചുമ്മാ നമ്മൾ സമയം പോകുന്നതിന് രീതിയാവും. ഒരിക്കലും നമ്മൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ എൻട്രൻസിന് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ എല്ലാം പുതിയ ചോദ്യങ്ങളും ടഫായിട്ടൊക്കെ തോന്നും. അപ്പൊ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമിന്റെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇതേപോലെ എൻട്രൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ആയിരിക്കും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. If e raised to x plus e raised to y is equal to e raised to x plus y, then show that dy by dx plus e raised to y minus x equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് പരിപാടി തുടങ്ങാം. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. e raised to x plus e raised to y is equal to e raised to x plus y. നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കേട്ടോ, ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ എക്സ് സ്ക്വയർ 2x അങ്ങനെയൊക്കെ ഉള്ളതാ. അങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇ റൈസ് എക്സ് ഡെറിവേറ്റീവ് എന്താ മോനെ? ഇ റൈസ് എക്സ്. ശരിയല്ലോ, ഇ റൈസ് എക്സിന്റേത് ഇ റൈസ് എക്സ്. ഇ റൈസ് വൈയുടെ എന്തോ? വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് വൈ? ഇ റൈസ് എക്സിന്റെ ഇ റൈസ് എക്സ് ആ. അപ്പൊ ഇ റൈസ് വൈയുടെ എന്തായിരിക്കും മോനെ? ഇ റൈസ് വൈ ആ. പക്ഷെ നിർത്തരുത്, ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇ റൈസ് വൈ ചെയ്യുമ്പോൾ വൈ ആണ് നമ്മൾ ചെയ്യുന്നത് എക്സ് കൊണ്ട്, അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് വേണേ. ഇനി ഇ റൈസ് എക്സ് പ്ലസ് വൈ എങ്ങനെയാ മോനെ? ഇ റൈസ് എക്സ് പ്ലസ് വൈ ഡെറിവേറ്റീവ് അത് തന്നെ, ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ. തീർന്നില്ല, പിന്നെ പവർ കിടക്കുന്ന എക്സിന്റേതും വേണം വൈയുടേതും വേണം. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സിന്റേത് 1, വൈയുടെ എത്ര മോനെ? ഡി വൈ ബൈ ഡി എക്സ്. എല്ലാവരും ഒന്നുകൂടെ ഒക്കെ നോക്ക്. ഇതൊക്കെ കാണും, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ അങ്ങ് പിടി കിട്ടണമെന്നൊന്നുമില്ല. ഇ റൈസ് എക്സ് അല്ലേ? ഇ റൈസ് എക്സ് ഓക്കെ ആണല്ലോ. ഇ റൈസ് വൈ ആണ്, അപ്പൊ ഇ റൈസ് വൈ എഴുതി, പിന്നെ വൈയുടെ എന്ത് വേണം? ഡി വൈ ബൈ ഡി എക്സ്. ഇ റൈസ് എക്സ് പ്ലസ് വൈ, ഇ റൈസ് എക്സ് പ്ലസ് വൈയുടെ ഇ റൈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ എക്സിന്റേത് 1, വൈയുടേത് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷനെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരിപാടി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാം. ദാറ്റ് ഈസ് ഇ റൈസ് എക്സ് പ്ലസ് ഇ റൈസ് വൈ ഇൻറ്റു ആരമോനെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാമേ, ഇ റൈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു 1, അത് തന്നെ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ പ്ലസ്
ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ ടോട്ടലി 1 2 3 4 4 ടേംസ് ഉണ്ട് അല്ലേ? ഈ 4 ടേംസിന്റെ പ്രത്യേകത എന്തുവാ? ഈ 4 ടേംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ടേംസിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളത്, മറ്റ് 2 ടേംസിൽ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പോണേ. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ആദ്യത്തെ ടേം ഇ റൈസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇതിനുള്ളിലുണ്ട് അവനെ പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതെല്ലാം ഞാൻ ഒരു സൈഡിലാക്കി. ഡി എക്സ് ഇല്ലാത്ത അപ്പുറത്ത് ഇവിടെ ഓൾറെഡി ഡി എക്സ് ഇല്ലാത്തതാണ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ. ഈ റൈസ് എക്സ് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു എക്സ്. ഓക്കെ ആണല്ലോ? ഒന്ന് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെന്റ് ഒക്കെ മനസ്സിലായോന്ന്. ഇതെഴുതി ഇവൻ അപ്പുറത്ത് പോയി, ഇതെഴുതി ഇവൻ ഇപ്പുറത്ത് വന്നു കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓടി. ഓക്കെ, ഇനി ബാക്കിയുള്ള സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഈ ഡിവൈസിനെ ഫോം എടുത്താൽ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ ആരൊക്കെ വരുമാനെ? ഇവിടെയുണ്ട് ഡി വൈ ബൈ ഡി എക്സ്, ഇവിടെയുണ്ട് ഡി വൈ ബൈ ഡി എക്സ്. ഡിവൈസ് ഫോം എടുത്താൽ ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ, ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു. ഇവിടെ റൈസ് അത് തന്നെയാ മോനെ, ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇ റൈസ് ടു വൈ, സോറി ഇ റൈസ് ടു എക്സ്. ഓക്കെ, ഇത്രയൊക്കെ ഓക്കെ അല്ലേ? ഇത്രയൊക്കെ നമ്മൾ മനസ്സിലായി. ഇനിയാണ് അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് കാണിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു. നമുക്ക് ഇവിടെ വെച്ച് സിംപ്ലിഫൈ അല്ലെങ്കിൽ അവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം. അതാണ് എനിക്കൊന്ന് നല്ലത് കേട്ടോ. നോക്കാം. ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും മോനെ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? അത് ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ. ഇതാണ് നമുക്ക് കിട്ടിയ ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് കിട്ടിയതൊന്നും കറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അവിടോട്ടൊക്കെ ചേഞ്ച് ചെയ്യണം അല്ലെ? ഇങ്ങനെയൊക്കെ മാറണം. അതിനുവേണ്ടി അടുത്തതൊന്ന് ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ മോനെ. എന്താ ഈ ക്വസ്റ്റൻ വായിച്ചാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് വൈ എന്നല്ലേ അവർ തന്നേക്കല്ലേ മോനെ? അവർ അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് വൈ, ഇ റൈസ് എക്സ് പ്ലസ് വൈ. അപ്പൊ തിരിച്ചു വായിച്ചാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് വൈ. അപ്പൊ ഞാൻ ഈ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈക്ക് പകരം ആരെ കൊടുക്കുക? ഈ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈക്ക് പകരം ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് വൈ എന്ന് കൊടുക്കുകയാണ്. ഇയാൾക്ക് പകരം ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് വൈ മൈനസ് ഇ റൈസ് ടു എക്സ് അതേപോലെ നോക്കി എഴുതി. കൃത്യമാണ് ഇപ്പൊ തോന്നുന്നത് അല്ലെ? ഇയാൾക്ക് പകരം ഈ വാല്യൂ കൊടുത്ത് കേട്ടോ, ഈ വാല്യൂ ഇത്രയും. ഓക്കെ, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ ഇ റൈസ് ടു വൈ മൈനസ് ഇവിടെ തന്നെ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈക്ക് പകരം ആരെ കൊടുത്തു? ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു വൈ ഇൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് എന്തായി പോകും മോനെ? മൈനസ് ആവും. ഓക്കെ, മൈനസ് ഓഫ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ അത്. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കും? ഇവിടെ ഇ റൈസ് ടു എക്സ് എന്തായി പോയി മോനെ? ക്യാൻസലായി. ഇവിടെ ആര് ക്യാൻസലായി മോനെ? ഇ റൈസ് ടു വൈയും ക്യാൻസലായി. ശരിയല്ലേ? ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് എക്സ് ക്യാൻസൽ. ഡിനോമിനേറ്ററിൽ ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് വൈ ക്യാൻസലായി. ബാക്കി ആരൊക്കെ ഉണ്ട് മോനെ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ബാക്കി എന്തൊക്കെ കിട്ടുന്ന എളുപ്പം നോക്കിക്കേ. ഇവിടെ ഒരു ഇ റൈസ് ടു വൈ ഉണ്ട് മോനെ, താഴെ ഒരു ഇ റൈസ് ടു എക്സ് ഉണ്ട് മോനെ, ഒരു എക്സ്ട്രാ ഒരു മൈനസ് കിടക്കുന്നു ഇട്ടേക്കാം. ഇ റൈസ് ടു വൈ ബൈ ഇ റൈസ് ടു എക്സ് എന്താ മോനെ? അതെന്താ മാറും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇട്ടു എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ. എന്തായിരുന്നു? എ റൈസ് ടു എൻ ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ. എല്ലാവർക്കും അറിയാം. ഇ റൈസ് ടു വൈ ബൈ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ആരായിട്ട് മാറും മോനെ? വൈ മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, ആ മൈനസ് ഓഫ് ഇപ്പുറത്ത് വരുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇ റൈസ് ടു വൈ മൈനസ് എക്സ് ഈക്വൽ 0. നമ്മൾ ആൻസർ ചെയ്യട്ടോ. ഇത്രയും ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഭയങ്കര ടഫാണ്, എനിക്ക് പറ്റില്ല അല്ലേ? നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പറ്റുന്ന രീതിയിൽ കൂടെ പഠിക്കുന്നവരുള്ളപ്പോൾ നമ്മളും അവരോടും ഉയരണം. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറവാണ്, ക്വസ്റ്റ്യൻ ടഫായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളിപ്പം പഴയ പോലെ അല്ലല്ലോ, നമുക്ക് ഓരോ വർഷവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക എല്ലാവരും. അതിനനുസരിച്ച് പഠിത്തത്തിലും അതിന്റെ മികവ് കാണിച്ചിരിക്കണം. മീൻസ് ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. അപ്പൊ ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്, നല്ലൊരു എക്സ്ട്രാ ക്വസ്റ്റൻ ആണ്.
സിംപ്ലിഫിക്കേഷൻ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്തിരി ടഫാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരെ പഠിച്ചെങ്കിലേ നമുക്കൊരു മാത്സ് പഠിച്ചു, നന്നായിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം കൂടെ കണ്ടിട്ട് മനസ്സിലാവുന്നെങ്കിൽ ഇതേപോലെ കീമിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഷോർട്ട് ട്രിക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണം നമ്മൾ പഠിച്ചെടുക്കാൻ. ഓക്കെ, എല്ലാവരും ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, അടുത്തുള്ളവർക്കോ ദൂരെയുള്ളവർക്കോ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ് ഒക്കെ പറ്റുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ക്ലാസ്സുകളാകുമ്പോൾ ആരും എനിക്ക് തോന്നുന്നു വഴക്കൊന്നും പറയത്തില്ല, ഒന്ന് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.